കോഴിക്കോട് ഗോവിന്ദപുരത്ത് ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ നിയമ നടപടിക്കൊരുങ്ങി കുടുംബം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്ന് ദീപകിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു. അതേസമയം ആത്മഹത്യയിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കുടുംബത്തിന് നിയമസഹായം ഉറപ്പാക്കുമെന്ന് ഡിവൈഎഫ്ഐ അറിയിച്ചു. ബസ് യാത്രയ്ക്കിടെ ലൈംഗികാതിക്രമം നടത്തിയെന്നാരോപിച്ച് അരീക്കോട് സ്വദേശിയായ യുവതി ദീപകിന്റെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. ഇതിൽ മനം നൊന്താണ് ദീപക് ജീവനൊടുക്കിയത് എന്നാണ് കുടുംബം പറയുന്നത്. ഏക മകൻ നഷ്ടമായതിന്റെ വേദനയിലാണ് ഉള്ളാട്ടുതൊടി ചോയി കന്യക ദമ്പതികൾ. പാവാണ് എൻ്റെ മോൻ, ഒന്നിലേക്കില്ലാത്തൊരു മനുഷ്യനാണ്. ഇങ്ങനെ നടന്നൊരു കുട്ടിയല്ല അത്. അപ്പോൾ ഇതിങ്ങനെ വരുമ്പോൾ ഒരു കുറച്ചിലല്ല, ആർക്കായാലും നമുക്കായാലും ഒരു കുറച്ചിലാണല്ലോ. അത് ഇപ്പോൾ കണ്ട പോലെ സഹിക്കാൻ വയ്യാതെ. യുവതിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റത്തിന് കേസെടുക്കണം. ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. ഒരമ്മമാരും ഇങ്ങനെ വേദനിക്കുക. ഈ കാരണം കൊണ്ട് ഒരു അമ്മമാരും വേദനിക്കാൻ പാടില്ല. ഞാൻ വേദിച്ച ലോകത്തിൽ ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. ദീപകിനെ സോഷ്യൽ കണ്ടന്റിന് വേണ്ടി ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ യുവതി ഉപയോഗിച്ചുവെന്ന് സുഹൃത്ത് അഷ്കർ. ആ നീചമായ ചിന്താഗതി വന്ന് ഒറ്റടിക്ക് ഒരു കണ്ടന്റ് കിട്ടിയല്ലോ, ഇത് ഒന്ന് പുതിയൊരു ഇത് ഉണ്ടാക്കാമല്ലോ എന്ന്. അങ്ങനെ അവരെ പെട്ടെന്ന് ബാക്കിലേക്ക് വലിയ മൊബൈൽ എടുക്കുക, നേരെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ആ നിൽക്കുന്ന പൊസിഷനിലുള്ള അവൻ്റെ അടുത്തേക്ക് പോയിട്ട് അവൻ്റെ അടുത്ത് പോയി നിൽക്കുക. അവരുടെ മനസ്സിൽ അത്രയും ഇത്തരം ചിന്താഗതിയാണ് ഉള്ളത്. ആ ഒരു കാരണം കൊണ്ടാണ് അവരെ ചെയ്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുടുംബത്തിന്റെ നിയമ പോരാട്ടത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് ഡിവൈഎഫ്ഐ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് LG ലിജീഷ് പറഞ്ഞു. നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് മെഡിക്കൽ കോളേജ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സമീർ സി മുഹമ്മദ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.